ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒട്ടുമിക്കവരുടെ വീടുകളിലും ചെറിയൊരു അക്വേറിയമോ ചെറിയൊരു കുളമോ മീൻ വളർത്തലിന് വേണ്ടി ഉണ്ടാകും. അത് അലങ്കാര മീൻ വളർത്തലാകാം, ഇല്ലെങ്കിൽ ചെറിയ ബിസിനസ്സായിട്ടുള്ള മീൻ വളർത്തലാകാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വെള്ളം മാറ്റുക എന്നത് എത്രമാത്രം ശ്രമകരമായ പണിയാണെന്ന് നിങ്ങൾക്കും എനിക്കും നല്ലപോലെ അറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വാട്ടർ പമ്പാണ് സർക്കിൾ എന്ന ബ്രാൻഡിൻ്റെ സബ്മേഴ്സിബിൾ ആയിട്ടുള്ള ഈ പമ്പ്. അപ്പോൾ ഈ പമ്പിൻ്റെ റിവ്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് ആണ് നമ്മൾ ഈ വീഡിയോ വഴി ഇന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന ബ്രാൻഡിൻ്റെ വാട്ടർ പമ്പ്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്യുകയും 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കുകയും ചെയ്തായിരുന്നു. ഈ അഡാപ്റ്റർ നമ്മൾ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഇതുവഴിയാണ് നമുക്ക് വാട്ടർ ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് പോകുന്നത്. ആ പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ ഫിറ്റ് ചെയ്തത് നേരത്തെ. ആ ഭാഗത്ത്, അതായത് ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഓസ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നേരത്തെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തന്ന ആ അഡാപ്റ്റർ നന്നായിട്ട് ആ വാട്ടർ പമ്പിൻ്റെ മേളിൽ നന്നായിട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ഓസാണോ പുറത്തേക്ക് വെള്ളം കളയാൻ യൂസ് ചെയ്യുന്നത് ആ ഓസ് അതിൻ്റെ മേളിലേക്ക് നന്നായി പിടിപ്പിക്കുക. ഈ വാട്ടർ പമ്പിന് ഇൻബിൽറ്റായിട്ട് തന്നെ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി എന്തെങ്കിലും അത് നശിച്ചു പോകും എന്ന് നിങ്ങൾ പേടിക്കേണ്ടത് ആവശ്യമില്ല. അതിനുശേഷം നമ്മുടെ ടാങ്ക്, നമ്മൾ മീൻ വളർത്തുന്ന ടാങ്കിലേക്ക് ഇതിനെ ഇറക്കി വയ്ക്കണം. അപ്പോൾ നമ്മൾ വാട്ടറിലേക്ക് ഇറക്കി വയ്ക്കുന്ന സമയത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ മോട്ടർ ഫുള്ളായിട്ട് നിമരെ വെള്ളം വേണം എന്നുള്ളതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കേടായി പോകാൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് അവർ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 0.35 kW ആണ്. അതുപോലെ പവർ സപ്ലൈ AC പവർ സപ്ലൈ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. മോട്ടർ പവർ എന്ന് പറയുന്നത് 0.046 HP ആണ്. ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് സ്വിച്ച് ഓൺ ചെയ്യേണ്ട കാര്യം മാത്രമേ നമുക്കുള്ളൂ. കണ്ടോ എത്ര പെട്ടെന്ന് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന്. ഇത്ര മാത്രമേ ആ സെറ്റപ്പായിട്ടുള്ളൂ. ഈ പമ്പിന് 14.16 ലിറ്റർ പെർ മിനിറ്റ് വെള്ളം നമ്മുടെ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ശേഷി ഈ പമ്പിനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ചെറിയ ടാങ്കിൽ നിന്നായിരിക്കും വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ എൻ്റെ ഒരു വലിയൊരു ടാങ്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ അത്യാവശ്യം പമ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അതിൽ നിന്ന് പമ്പ് ചെയ്ത് കളയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തന്നെ വളരെയേറെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെള്ളമൊക്കെ വറ്റിച്ചപ്പോഴേക്കും ഓൾറെഡി എൻ്റെ മീനുകളൊക്കെ പുറത്തു വന്നു. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് പിടിക്കാൻ തോന്നി. ഞാനങ്ങനെ എൻ്റെ കുറച്ച് മീനുകളെയൊക്കെ ഞാനൊന്ന് പിടിച്ചായിരുന്നു. കുറച്ച് മീനുകളൊക്കെ പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് മീനുകളൊക്കെ ഒന്ന് പിടിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നത് വരെ ബൈ.